നമസ്കാരം. ചമ്മന്തി എല്ലാവർക്കും വളരെ ഇഷ്ടമാണല്ലോ. ഞാൻ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. നെല്ലിക്ക ചമ്മന്തി. അതിനായി ഞാൻ എന്തെല്ലാം വേണമെന്ന് നോക്കാം. നാളികേരം അരമുറി ചെരുകി വെച്ചിട്ടുണ്ട്. നെല്ലിക്ക 5 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാന്താരിമുളക് ഒരു 8 എണ്ണം ഉണ്ട്. പിന്നെ ചെറിയുള്ളി 4 എണ്ണം, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് പാകത്തിന്. ഇനി നമുക്കിതെല്ലാം വെച്ച് എങ്ങനെയാണ് ചമ്മന്തി അരക്കണേന്ന് നോക്കാം. അതിനായി ഞാൻ നെല്ലിക്ക ആവിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി, ഒരുപാട് വേവൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇത് പച്ചയ്ക്ക് അരച്ചാലും കുഴപ്പമില്ല, പക്ഷെ ആവിമ ഒന്ന് വാട്ടി വരുന്ന നെല്ലിക്ക ചമ്മന്തി അരച്ചാൽ വളരെ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, വടുകാപ്പുളി നാരങ്ങ ഒഴിച്ചുകറി. അപ്പോൾ ആ വീഡിയോയിൽ എങ്ങനെയാണ് ഇത് വാട്ടുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അറിയാത്തവർ ദയവായി ആ വീഡിയോ കാണണം. അത് ഞാൻ അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര ചെറുതാക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മളിത് മിക്സിയിലൊന്നിട്ട് അരച്ചെടുക്കണതാണ്. ഇനി നമുക്കിത് ഒരു ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് വെണ്ണ പോലെയൊന്നും അരയണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്താൽ മതി. ചമ്മന്തിക്കാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ഇത്തിരി അത് ഇങ്ങനെ കടിക്കണത് ഒരു ടേസ്റ്റാണ്. എന്നാൽ ഒരു വലിയ വലിയ കഷ്ണങ്ങൾ കടിക്കാൻ പാടില്ല. അപ്പോൾ അത് ചതച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിലേക്ക് തന്നെ നാളികേരവും കാന്താരിമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉപ്പ് പാകത്തിനും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിൽ നാളികേരവും നെല്ലിക്കയും കാന്താരിമുളകും കൂടെ ചതച്ചതും ഒരു പാത്രത്തിൽ നെല്ലിക്ക ചതച്ചതുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ചമ്മന്തി അമ്മിയിൽ ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇത് നമ്മൾ സൗകര്യപ്രദം ഇപ്പോൾ മിക്സിയിലാക്കിയെന്നേ ഉള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യാനുസരണം വേണമെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്, അല്ലാതെ സൺഫ്ലവർ ഓയിൽ ഒരിക്കലും ആഡ് ചെയ്യരുത്. അത് ടേസ്റ്റ് കൂട്ടും വെളിച്ചെണ്ണ ഒഴിച്ചാൽ. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് സ്വല്പം ആഡ് ചെയ്യാം. അതുപോലെ ഇതിലേക്ക് നമുക്ക് കാന്താരിമുളക് വേണമെന്നൊന്നുമില്ല, ഞാനിവിടെ ഉള്ളതുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഏത് മുളകാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം. എനിക്ക് ഇത്തിരി എരിവ് കൂടുതൽ വേണം ചമ്മന്തിക്ക്, അതുകൊണ്ടാണ് ഞാൻ 8 എണ്ണം എടുത്തത്. 8 എണ്ണം എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമമാണ് കാന്താരിമുളക്. ഒരു 6 എണ്ണമൊക്കെ മതിയാവും, പക്ഷേ ഇത് ഇത്തിരി എരിവ് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ 8 എണ്ണം എടുത്തിരിക്കുന്നത്. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് നോക്കി ആഡ് ചെയ്യണം. അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നെല്ലിക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.